ഹായ് ഗൈസ്, നിങ്ങൾ എൻ്റെ ഷോർട്ടിൽ ഒരു ഷർട്ട് കൊണ്ട് ഒരു ടോപ്പ് ഉണ്ടാക്കണ എൻ്റെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് ആണ് ഇന്നത്തേതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഏട്ടൻ്റെ ഷർട്ടാണ് കേട്ടോ. മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വേറെ ഷോൾഡറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചിട്ടുള്ള ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളെന്നും പറഞ്ഞിട്ട് ഞാൻ കാണിക്കണേ കാണുന്നത് 3 തരം ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. കാരണം കയ്യിലൊക്കെ നമ്മൾ ചെറിയ ഇലാസ്റ്റിക് വേണമല്ലോ വെക്കാനായിട്ട്. താഴെ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്, അത് വലിയ ഇലാസ്റ്റിക്കാണ് ഞാൻ വെക്കുന്നത്. പിന്നെ നമ്മൾക്കൊരു കത്രിക വേണം, ഒരു ചോക്ക് വേണം, ടേപ്പും അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ആ ടേപ്പ് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെച്ച് തന്നെ നമുക്ക് അളവ് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പാണിത്. ചെറിയ രീതിയിൽ മിഷയത്തുമ്പോൾ കയറിയിരുന്ന് തയ്ക്കാൻ അറിയാവുന്നവർക്ക് വരെ ഈ ടോപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് മേല് വെച്ചിട്ട് എത്രയാണ് ഇതിൻ്റെ കഴുത്തിറക്കം എന്നൊക്കെ ഞാനൊന്ന് നോക്കുകയാണ്. അല്ലാതെ ഞാനൊരു ബേസിക് അളവുകളൊന്നും നോക്കണില്ല. നമ്മുടെ ശരീരത്തിൻ്റെ അളവ് തന്നെ ഞാൻ ഈ ഷർട്ടിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടാണ് ഞാൻ അളവ് നോക്കണം. ഒരിക്കലും അങ്ങനെ ഇരുന്നുകൊണ്ട് അളവ് നോക്കരുത്. ഞാൻ പിന്നെ ഇരിക്കാനൊരു സ്വസ്ഥമായ ഒരു അവസരം കിട്ടിയോണ്ട് അങ്ങനെ ഇരുന്ന് നോക്കി മാത്രമേ ഉള്ളൂ. എഴുന്നേറ്റ് നിന്നിട്ട് വേണം നമ്മൾ എത്ര വേണം നമ്മുടെ ടോപ്പിൻ്റെ അളവ് എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓഫ് ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അളവൊക്കെ നോക്കണത്. പക്ഷേ ഓഫ് ഷോൾഡറൊന്നും ഞാൻ ഇട്ടില്ല. സാധാരണ ഒരു ടോപ്പാണ് ഞാൻ റെഡിയാക്കിയത്, കഴുത്തിൽ ഇലാസ്റ്റിക് വെച്ചത്. അപ്പോൾ ഞാൻ ഓഫ് ഷോൾഡർ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കയ്യിൽ വെക്കാനായിട്ട് ചെറിയ ഒരു കറുത്ത ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. കയ്യിൽ വെക്കാനായിട്ട് അധികം കട്ടിയുള്ള ടൈപ്പ് എടുക്കരുത്. കാരണം നമുക്ക് വലിഞ്ഞ് കൈ ചിലപ്പോൾ വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഉടുപ്പിനൊക്കെ വെക്കുന്ന ടൈപ്പ് ചെറിയ ഇലാസ്റ്റിക് എടുക്കാം. നമ്മളിനി ഇതേ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് ഇപ്പുറത്തേക്ക് നമുക്ക് മടക്കി അടിക്കണമല്ലോ. ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ മടക്കി അടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചെങ്കിലും അവിടെ നിർത്തിയിരിക്കണം. ഞാനിപ്പോൾ 2 ഇഞ്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ദേ ഇവിടെ നല്ല രീതിയിലൊന്ന് കുഴിച്ചെടുക്കുകയാണ്. നമ്മളുടെ ശരീരം നല്ല തടിയുള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടി കൂടുതൽ രീതിയിൽ നമുക്ക് കുഴിച്ചെടുക്കേണ്ട ആവശ്യം വരും കേട്ടോ. പിന്നെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക്, ഇത് ക്രോപ്പ് ടോപ്പാണോ അല്ല സാധാരണ ഇറക്കമുള്ളൊരു ടോപ്പാണ്, അതിനനുസരിച്ചിട്ട് വേണം ഇറക്കം നോക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. 16 17 നമുക്ക് മടക്കടിക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിക് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതും കൂടിയൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മൾ ലാസ്റ്റിക്കിൻ്റെ അളവും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ താഴത്തെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അളവുകളും കാര്യങ്ങളൊന്നും എൻ്റെ ഇരിക്കില്ല, നിങ്ങളുടെ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ സൈഡിൽ ഒരു 0.5 അതായത് 1/2 ഇഞ്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് സൈഡിൽ ഒരു ചെറിയ കർവ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ആ താഴെ കർവ് റെഡിയാക്കുന്നത്. ഇനി കൈയുടെ അളവ്, അത് ചെറിയ കൈയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതൊരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മടിക്കടിക്കലും കൂടി നമ്മൾ ലാസ്റ്റിക് ഇടാനുള്ളതും കൂടി റെഡിയാക്കിയിട്ട് അവിടെ ഒരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴ്ഭാഗം 2 ഇഞ്ച് മാത്രം എടുത്തിട്ടുള്ളൂ. കാരണം അത് നല്ല രീതിയിൽ കഷത്തിലേക്ക് കയറിയിരിക്കുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴ്ഭാഗം 2 ഇഞ്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാനും കൂടി നമുക്ക് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എഴുതി കാണിച്ചിരിക്കുന്ന അളവൊക്കെ ഒരു മീഡിയം സൈസുകാർക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും നിങ്ങളുടെ ശരീരത്തിൻ്റെ അളവും കൂടി ഒന്ന് എടുത്തേക്ക്. അപ്പോൾ അത് ഇത്ര ഉള്ളൂ കണ്ട കട്ടിങ്. വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ തന്നെ കട്ടിങ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി നമ്മളുടെ ഇലാസ്റ്റിക്കുകൾ, ആവശ്യമായ ഇലാസ്റ്റിക്കുകൾ ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആരംഭിക്കാം. അപ്പോൾ ആദ്യം തന്നെ അതേ കഴുത്തിൻ്റെ ഈ ഭാഗം ഇതേപോലെ ആ ചെറിയ ഇലാസ്റ്റിക് കയറാനുള്ള പാകത്തിന് നമുക്ക് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ അതെന്തോരമാണെന്ന് ഒന്ന് അളന്ന് നോക്കുക. ഞാനിവിടെ ഒരു 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ത്രൂ ഔട്ട് ഇതേപോലെ നമുക്ക് ഇലാസ്റ്റിക് കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് അവിടെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമുക്ക് എത്രയാണോ ആവശ്യം, ഇപ്പോൾ എനിക്കൊരു 40 ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് 37 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കുറച്ച് ബാലൻസ് വന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ശരീരത്തിലൊന്ന് വെച്ച് നോക്കാമല്ലോ, ഇത് കറക്റ്റാണോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. കൂടുതൽ ഇലാസ്റ്റിക് ആയില്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം, പ്രോബ്ലം ഇല്ല. കുറവ് എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ഞാൻ അത് എടുത്ത് നല്ല രീതിയിൽ വലിച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇലാസ്റ്റിക്കൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാനിത് കഴുത്ത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൈയുടെ ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു ലൂപ്പ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി നോക്കുന്നുണ്ട്. അപ്പോൾ കൈയുടെ ഭാഗം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂപ്പ് റെഡിയാക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെ ഈ ഒരു ഭാഗമില്ലേ, നമ്മളിതേപോലെ മോൾ ഭാഗം വെട്ടിക്കളയുമ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു കർവ് പോലെ കിട്ടും. ആ ഒരു ഫ്രണ്ട് ഭാഗത്ത്, കൈയുടെ ഒരു മോൾ ഭാഗത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എടുക്കണമായിരിക്കും നല്ലത്. കൈയുടെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ക്ലോത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല രീതിയിൽ ക്ലോത്ത് എടുത്ത് താഴേക്ക് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി.
മതി. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ആലോചിച്ച് ഇതേപോലെ ആ മിഷ്യത്തിൻ്റെ സംഭവം എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഈ റൗണ്ട് ടൈപ്പ് സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനത് മറന്നു പോയിരിക്കണമായിരുന്നു, പെട്ടെന്നാണ് ഓർത്തത്. അപ്പോൾ നമ്മൾ 2 കൈയുടെയും സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്തും ഇതേപോലൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ഇഞ്ചിൻ്റെ ലാസ്റ്റിക്കാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി വെച്ച് തന്നെ നോക്കുകയാണ് എന്തോരം വേണ്ടി വരുമെന്ന്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 1 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ലൂപ്പാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഞാൻ ലൂപ്പ് റെഡിയാക്കാൻ പോകുന്നു. പിന്നെ ഇവിടുത്തെ ഇലാസ്റ്റിക്കിൻ്റെ അളവ് ഒരു 30 ഇഞ്ചൊക്കെയാണ് നമ്മളുടെ ഒരു വേസ്റ്റിൻ്റെ അളവെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ കട്ടി അനുസരിച്ചിട്ട്, കട്ടിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്കതൊരു 2 ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി. 28 ഇഞ്ച് എടുക്കാം. കട്ടി കുറഞ്ഞ ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്കൊരു 5 ഇഞ്ച് വരെ നമുക്ക് ലൂസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് മാത്രമേ കുറച്ചെടുക്കുന്നത്. നല്ല ഫിറ്റിംഗ് ഉള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല 2 ഇഞ്ച് മാത്രമേ ഞാൻ കുറക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക്കൊക്കെ ഇതിൽ കൂടി കയറ്റി ബാക്കിയുള്ള ഇലാസ്റ്റിക് ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ തയ്ച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ഇലാസ്റ്റിക്കിൻ്റെ പരിപാടിയും നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വേസ്റ്റ് ഭാഗത്ത് ഇതേപോലെ ഒരു ഹോളുണ്ട്. ആ ഹോളും കൂടി ഒന്ന് റെഡിയാക്കട്ടെ. അതിന് കൈയുടെയും കൂടി ഞാൻ മറന്നു പോയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കൈയുടെ 2 ഭാഗത്തും ഇതേപോലെ തന്നെ ഞാൻ ഇലാസ്റ്റിക് കയറ്റുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ ചെറിയ കുട്ടികളുടെ ചെറിയ ടൈപ്പ് ഒരു ഇലാസ്റ്റിക്കാണ്, മാസ്കിനൊക്കെ വെച്ചിരുന്നില്ല അങ്ങനത്തെ ടൈപ്പ് ഒരു ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അത് ഞാനിവിടെ മിഷ്യത്തിൽ തയ്ക്കണില്ല, ഇതേപോലെ ഒരു ചെറുതായിട്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 12 ഇഞ്ചൊക്കെയാണ് അവിടെ നമുക്കൊരു ഇത് വേണമെങ്കിൽ നമുക്കൊരു 11 ഇഞ്ചിൽ ഇലാസ്റ്റിക് എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 12 ഇഞ്ചിൽ എടുത്തിട്ട് ഇതേപോലെ കെട്ടിട്ട് കഴിയുമ്പോൾ അതൊരു 15 ഇഞ്ചിൽ ഒരു ഇഞ്ച് ഫിറ്റിങ്സ് നമുക്ക് കിട്ടിയാൽ മതി. കൂടുതൽ വേണ്ട. കൈ ഭാഗമല്ലേ, നല്ല ഫിറ്റിലിരുന്നാൽ ചിലപ്പോൾ നമുക്ക് വേദന എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അടിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞ് ഇവിടെ ടോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, അവിടെ ഫ്രണ്ട് ഭാഗത്ത് 2 ബട്ടൺ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾക്കൊന്ന് വെച്ച് കൊടുക്കണം. അതും കൂടി വെച്ച് കൊടുത്ത് പിന്നെ ഷേപ്പ് ചെയ്യണം. അത് ഞാൻ മറന്നുപോയി. നമുക്ക് ശരിക്കും ഇത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിനെ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നാലും എനിക്കിത്തിരി തടിയൊക്കെ ഒരു കൂടുതൽ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 സൈഡും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫിറ്റിങ്സ് ആവട്ടെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പല്ലേ ഇത്. ഇതേപോലെ ലൂപ്പ് നമുക്ക് തയ്ക്കാൻ അറിയാവുന്നവരുടെ അടുത്ത് നിന്ന് തയ്ച്ചുകൊണ്ട് വന്നിട്ട് ഇലാസ്റ്റിക് നമ്മൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്ങനെയുണ്ട് നോക്കിയേ ടോപ്പ്. ഞാനപ്പോൾ ഓഫ് ഷോൾഡറൊക്കെ ഞാൻ ഇട്ട് നോക്കി, പക്ഷേ എനിക്കങ്ങനെ ഈ ഷോൾഡർ ഭാഗത്തൊക്കെ ഇത്തിരി തടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഓഫ് ഷോൾഡർ വെച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ നോർമൽ ഇതേപോലെ തന്നെയുള്ള നോർമൽ ഒരു ടോപ്പായിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ജീൻസിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടൊരു ടോപ്പാണ്. ഇതിട്ടപ്പോൾ എനിക്കെന്തോ ശരീരത്തിന് നല്ല ഒതുക്കം ഫീൽ ചെയ്ത് അങ്ങനത്തെ ഒരു ടോപ്പാണ് കേട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.